സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റ് എഴുതിയ നോവൽ കാവൽമാടം തുടരുന്നു. ചടപടാ ചടപടാ ശബ്ദത്തോടെ മരങ്ങളിൽ ഇടിച്ച് ശിഖരങ്ങൾ തകർന്നു വീണു. അത് മുറിച്ച് കട്ടൻസാക്കിക്കൊണ്ടിരുന്നപ്പോൾ ജോസുകുട്ടി ചോദിച്ചു, അറിഞ്ഞില്ലേ റോബി വിശേഷം? എന്ത് വിശേഷം? നിന്റെ കാമുകി തിരിച്ച് 5 കണ്ടത്തിലെത്തിയിട്ടുണ്ട്. അതിശയം കൊണ്ട് റോബിയുടെ കണ്ണുകൾ വിടർന്നു. അവൻ്റെ ഉള്ളിൽ ആനന്ദത്തിൻ്റെ പൂത്തിരികൾ കത്തി. അപ്പോഴവളുടെ കല്യാണമോ? അത് നടക്കുകയില്ല. താന്നിക്കലവറാൻ പറഞ്ഞതാ. പള്ളിയിൽ വെച്ച് വികാരിയച്ഛൻ സമ്മതം ചോദിച്ചപ്പോൾ സമ്മതമല്ലെന്ന് അവൾ പറഞ്ഞു. റോബിക്ക് സന്തോഷം ഒതുക്കാൻ കഴിഞ്ഞില്ല. എന്നാലും അവൾ ഭയങ്കര സാധനം തന്നെ. വെട്ടിത്തുറന്ന് പറഞ്ഞു കളഞ്ഞല്ലോ. അല്ലെങ്കിലും അവളൊരു തൻ്റെടിയാ. റാഫേലിൻ്റെ മോളല്ലേ? ജോസുകുട്ടി, നീയല്ലേ പറഞ്ഞത് അവൾ എന്നെ വഞ്ചിക്കുമെന്ന്, എന്നെ മറന്നു കളയുമെന്ന്, അവൾക്ക് എന്നോട് സ്നേഹമില്ലെന്ന്? ഇപ്പോഴെങ്ങനെയിരിക്കുന്നു? എങ്ങനെയായിരുന്നാലും നിങ്ങൾ തമ്മിലുള്ള പ്രേമ റാഫേൽ മുതലാളി ആൺമക്കളും അംഗീകരിച്ചു തരുമെന്ന് കരുതണ്ട. അവരുടെ അംഗീകാരം ആർക്കു വേണം? പിന്നെ എങ്ങനെ കല്യാണം നടക്കും? അതൊക്കെ ഞങ്ങൾ നടത്തും. ചുമ്മാതിരുന്ന സ്വപ്നം കണ്ടാൽ മതി. അവൾ എൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നാലോ? റാഫേൽ മുതലാളി രണ്ടിനെയും കാച്ചും. ജീവനോടെ വെച്ചേക്കുകയില്ല. നമുക്ക് കാണാം. കുറച്ച് ദിവസങ്ങളായി റോബി വലിയ ദുഃഖത്തിലായിരുന്നു. ആരോടും മിണ്ടാട്ടമില്ല. എന്തെങ്കിലും ചോദിച്ചാൽ ഒന്ന് മൂളും. കൊച്ചു റോസയുടെ മാരക രോഗത്തെക്കുറിച്ച് അറിഞ്ഞ ശേഷമാണ് റോബിക്ക് ഈ മനംമാറ്റം. അതിൽ പിന്നെ ഇന്നാണ് അവൻ 2 വാക്ക് സംസാരിച്ചത്. റോബി അന്ന് പണി കഴിഞ്ഞയുടൻ വീട്ടിലെത്തി. ഇന്ന് റാണി സിറ്റിയിലേക്ക് പോകണം. കുറേ നാളായി അങ്ങോട്ട് പോക്കില്ലായിരുന്നു. സോഫി ഇല്ലാത്തതാണ് കാരണം. സോഫി വന്നിട്ടുണ്ടെങ്കിൽ അവളെ ഒന്ന് കാണണം. തൻ്റെ ദുഃഖങ്ങൾ അവളുമായി ഒന്ന് പങ്കിടണം. അവൻ റാണി സിറ്റിയിലേക്ക് പോകാൻ ഇറങ്ങി. സീന അവൻ പോകുന്നത് നോക്കി നിന്നു. കൊച്ചു റോസ കട്ടിലിൽ കിടക്കുകയാണ്. അവൾക്കിപ്പോഴും തീരെ സുഖമില്ല. ഇടയ്ക്കിടെ ഭയങ്കര തലവേദന. അത് കൂടിക്കൂടി കണ്ണ് കാണാൻ മേലാതാവും. തല ചുറ്റി വീഴും. കുറേ കഴിയുമ്പോൾ മയക്കം തെളിയും. കൊച്ചു റോസയുടെ അസുഖം എന്താണെന്നോ തോമാച്ചനോ സീനയ്ക്കോ അറിയത്തില്ല. ആശുപത്രിയിൽ നിന്നും വന്നപ്പോൾ മുതൽ കൊച്ചു റോസ കിടപ്പാണ്. റോബിയാണെങ്കിൽ സദാ മ്ലാനമുഖനായി കാണപ്പെട്ടു. കൊച്ചു റോസയ്ക്ക് എന്താ അസുഖമെന്ന് സീനയും തോമാച്ചനും ചോദിച്ചിട്ട് റോബി ഒന്നും വിട്ടു പറയുന്നില്ല. ഇതൊക്കെ കാണുമ്പോൾ സീനയുടെ നെഞ്ചിൽ തീയാണ്. കൊച്ചു റോസയ്ക്ക് വല്ല മാരകവും രോഗമാണെന്ന് അവൾ ഊഹിച്ചു. ദൈവമേ, എൻ്റെ കൊച്ചു റോസയ്ക്ക് ഒന്നും വരുത്തല്ലേ. അവൾ മനമുരുകി പ്രാർത്ഥിച്ചു. തൻ്റെ ഒരേ ഒരു കുഞ്ഞനുജത്തിയാണവൾ. ഈ വീടിൻ്റെ ശബ്ദവും ചിരിയുമാണവൾ. ഈ കുടുംബത്തിൻ്റെ കുസൃതിയും ബഹളവുമാണവൾ. അവൾക്ക് വല്ലത് സംഭവിച്ചാൽ അതോർക്കാൻ പോലും വയ്യ. ആങ്ങളയുടെ പ്രണയബന്ധത്തെക്കുറിച്ച് കുഞ്ഞാപ്പൂവിൻ്റെ ഭാര്യ പെണ്ണമ്മ സീനയോട് പറഞ്ഞിരുന്നു. അതറിഞ്ഞതോടെ അവളുടെ അസ്വസ്ഥത വർദ്ധിച്ചു. ഈ റോബിച്ചായൻ എന്തു ഭാവിച്ചാ? ആർക്കറിയാം? അത്രയും പണക്കാരുടെ പെണ്ണിനെ പ്രേമിക്കാൻ ചെന്നാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ? കല്ലർക്കന്മാർക്ക് വൈരാഗ്യമുണ്ടെങ്കിൽ എന്താ തെറ്റ്? അവരുടെ പെണ്ണിൻ്റെ ഭാവി നോക്കണ്ടേ? ഈ റോബിച്ചായൻ ചിലപ്പോൾ അന്തവും കുന്തവും ഇല്ലാതെ പെരുമാറും. ആ സോഫി പെണ്ണ് ഒരു അഹങ്കാരിയാണെന്നാണ് കേട്ടിട്ടുള്ളത്. അതിനെ കയറി പ്രേമിച്ചിരിക്കുന്നു. അതിനെ പള്ളിയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. കാണാൻ സുന്ദരിയാ. റോബിച്ചായന് നല്ലപോലെ ചേരും എന്ന് വെച്ച് അവനവൻ്റെ ജീവൻ പണയം വെച്ച് പ്രേമിക്കണോ? പള്ളിയിൽ വെച്ച് കാണുമ്പോൾ അവളോടൊന്ന് ചോദിക്കണം. സീന തീരുമാനിച്ചു. റോബി റാണി സിറ്റിയിലെത്തി. അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വേഗം തിരിച്ചു പോന്നു. കൊടിത്തോട്ടത്തിലെത്തിയപ്പോൾ അവൻ്റെ ഹൃദയം ശക്തിയായി ഇടിച്ചു. അവൻ പ്രതീക്ഷിച്ചതുപോലെ സോഫി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വാ, അവൾ താഴേക്ക് കയ്യാട്ടി വിളിച്ചു. റോബി ഇറങ്ങിച്ചെന്നു. അടുത്ത് ചെന്ന് അവൻ അവളുടെ ഉറ്റുനോക്കി. സോഫി അവനെയും കണ്ണിമയ്ക്കാതെ നോക്കുകയായിരുന്നു. അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി. അവനും കണ്ണ് നിറയുന്നത് പോലെ തോന്നി. അവൻ ഒറ്റ കുതിപ്പിന് അവളെ ഗാഢമായി ആലിംഗനം ചെയ്തു. അവളുടെ മുഖം ഉമ്മകൾ കൊണ്ട് മൂടി. അവളുടെ കണ്ണുനീർ ചുണ്ടുകളിൽ ഒപ്പിയെടുത്തു. രണ്ടുപേരും ചുടുചുംബനങ്ങൾ കൈകമാറി. ആലിംഗനബദ്ധരായി അവർ വളരെ നേരം നിന്നു. അവർ താഴെയുള്ള അരുവിക്കരയിൽ പോയിരുന്നു. റോബിച്ചിനെ ഒന്ന് കാണാൻ ഞാൻ എന്തുമാത്രം കൊതിച്ചു. ഒരു കൂട്ടം ചെന്നായ്ക്കൾക്കിടയിലായിരുന്നു ഞാൻ. തിരിച്ചു വരുമെന്ന് ഒരിക്കലും ഞാൻ ഓർത്തില്ല. എൻ്റെ പെണ്ണേ, അവൻ അവളെ ആഞ്ഞു പുണർന്നു. അവളുടെ ചുണ്ടിൽ അമർത്തി അമർത്തി ചുംബിച്ചു. സോഫി കാഞ്ഞിരപ്പള്ളിയിൽ പേരപ്പൻ്റെ വീട്ടിൽ ചെന്നതിന് ശേഷമുണ്ടായ എല്ലാ കാര്യങ്ങളും വിസ്തരിച്ചു പറഞ്ഞു. വന്ന വിവാഹാലോചനകളെല്ലാം തട്ടിക്കളഞ്ഞത്. പെണ്ണ് കാണാൻ വന്ന ചെറുക്കനെ ഇഷ്ടമല്ലെന്ന് നേരിട്ട് പറഞ്ഞത്. പള്ളിയിൽ വെച്ച് മനസ്സമ്മതം നിഷേധിച്ചത്. വാനിൽ കെട്ടിൽ തൂങ്ങി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച കാര്യം പറഞ്ഞപ്പോൾ അവൾ വിങ്ങിപ്പൊട്ടി. റോബിക്കും വലിയ വിഷമമായി. എൻ്റെ റോബിച്ചിനെ ഓർത്തപ്പോൾ മരിക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ലെന്ന് തോന്നി. അവൾ തേങ്ങിക്കരഞ്ഞു. വത്സമ്മ അന്നേരം കണ്ടില്ലായിരുന്നെങ്കിൽ. അവൻ അവളെ മാറോട് ചേർത്തമർത്തി. അവളുടെ ശിരസിൽ തലോടി. അവളുടെ കണ്ണുനീർ തുടച്ചു മാറ്റി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ദൈവമാ അന്ന് നിന്നെ രക്ഷിച്ചത്. ഏതായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇനിയെങ്കിലും ഇങ്ങനത്തെ കടുങ്കൈയൊന്നും ചെയ്തേക്കരുത്. എനിക്ക് അത്ര വിഷമം വന്നിട്ടാ റോബിച്ച. എനിക്കറിയാം. എന്നാലും
റോബിച്ചനല്ലാതെ എൻ്റെ കഴുത്തിൽ വേറെ ആരും താലി കെട്ടരുതെന്ന് ഞാൻ നിശ്ചയിച്ചു. റോബിച്ചൻ്റെ കൂടെ ജീവിക്കാൻ ഒക്കുകയില്ലെങ്കിൽ ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുന്നില്ലെന്ന് തീരുമാനിച്ചു. എനിക്ക് എൻ്റെ റോബിച്ചനെ കാണാനൊത്തല്ലോ, അത് മതി. ഇനി മരിച്ചാലും വേണ്ടില്ല. ദൈവം നമ്മുടെ കൂടെയാണ് മോളെ. റോബിച്ചനെ എന്നെ കാണാൻ വിഷമം തോന്നിയോ? എൻ്റെ ചങ്ക് പൊട്ടുമായിരുന്നു. എവിടെ ചെന്ന് അന്വേഷിക്കും? ഒറ്റ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഒടുവിൽ സോഫിയുടെ കല്യാണം ഉറപ്പിച്ചെന്ന് കൂടി കേട്ടപ്പോൾ എനിക്ക് മരിച്ചാൽ മതിയെന്ന് തോന്നി. എൻ്റെ പൊന്നു റോബിച്ച. അവളവനെ കെട്ടിപ്പിടിച്ച് ഒരു ചുംബനം നൽകി. റോബിച്ചൻ എൻ്റെ കല്യാണമാണെന്ന് വിശ്വസിച്ചോ? ചിലപ്പോൾ വിശ്വാസം തോന്നും. താന്നിക്കരവറാൻ കല്യാണക്കുറി പോലും കാണിച്ചാൽ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഇതൊന്നും സത്യമല്ലെന്ന്. ഞാൻ കാരണം റോബിച്ചൻ ഒരുപാട് വേദന തിന്നു. ഞാൻ കാരണം എൻ്റെ സോഫിമോളും. അവൾ അവൻ്റെ മടിയിൽ തല ചായ്ച്ചു കിടന്നു. അവൻ അവളുടെ ശിരസിലും കവിളിലും തഴുകി. രണ്ടുപേരും നിർവൃതിയിൽ ലയിച്ച് അങ്ങനെ ഇരുന്നു. നമ്മുടെ കല്യാണം ഉടനെ നടത്തണം. റോബിച്ചൻ എന്ന് വിളിച്ചാലും ഞാൻ ഇറങ്ങി വരാം. കല്യാണം രജിസ്റ്റർ ചെയ്യാം. ഉടനെ പറ്റുകയല്ലോ. അതെന്താ? എൻ്റെ കുഞ്ഞുപെങ്ങൾക്ക് മാരക രോഗമാണ്. എന്ത് രോഗം? ബ്രെയിൻ ട്യൂമർ. അവൾക്ക് ഓപ്പറേഷൻ നടത്തണം. വെല്ലൂര് കൊണ്ടുപോകണം. ദൈവമേ, ബ്രെയിൻ ട്യൂമറോ? അത് ഓപ്പറേഷൻ നടത്തിയാൽ രക്ഷപ്പെടുമോ? ഒരു പക്ഷേ ഏത് കണ്ടീഷനിലും ഓപ്പറേഷന് 30,000 രൂപ വേണം. എൻ്റെ കയ്യിൽ 30 രൂപ തികച്ചെടുക്കാനില്ല. 30,000 രൂപയോ? എന്നാ ചെയ്യും? എനിക്കറിയാൻ മേല. അത് ഓർത്തിട്ടാ എൻ്റെ വിഷമം. ഇതെന്തൊരു കഷ്ടകാലം. സ്ഥലം വിറ്റിട്ട് ഓപ്പറേഷൻ നടത്തിയാലോ എന്ന് ആലോചിക്കുക. ആകെയുള്ള കിടപ്പാടം നഷ്ടപ്പെടുകയല്ലേ. എൻ്റെ കുഞ്ഞുപെങ്ങൾ മരിച്ചിട്ട് എനിക്ക് എന്തിനാ കിടപ്പാടം? വീട്ടിലാണെങ്കിൽ അപ്പച്ചനും ആങ്ങണമാരും എന്നെ തഴഞ്ഞ പോലെയാ. ആരും നിയന്ത്രണം ഒന്നും ഏർപ്പെടുത്തിയിട്ടില്ല. എനിക്കിഷ്ടമുള്ളിടത്ത് പോകാൻ വരാം. അത്ര സ്വാതന്ത്ര്യം. അവർ മനസ്സിലെന്തോ തീരുമാനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. റോബിച്ചൻ സൂക്ഷിക്കണം. അവൻ അമർത്തി മൂളി. രണ്ടുപേരും എഴുന്നേറ്റു. പരസ്പരം ചുംബിച്ച ശേഷം അവർ ഞായറാഴ്ച കാണാമെന്ന് പറഞ്ഞു പിരിഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. ഞായറാഴ്ചയായി. സീന പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോൾ സോഫിയെ കണ്ടു. സീന അവളുടെ അടുത്തേക്ക് ചെന്നു. സോഫി അവളെ കണ്ടു പുഞ്ചിരിച്ചു. എന്നെ അറിയുമോ? സീന ചോദിച്ചു. അറിയാം. റോബിച്ചൻ്റെ പെങ്ങൾ സീനയല്ലേ? അതെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നോടോ? അതെ. എന്തുവാ? എൻ്റെ റോബിച്ചനെ കൊലയ്ക്ക് കൊടുക്കരുത്. ഞങ്ങൾ പാവങ്ങളാ. ഞങ്ങൾക്ക് റോബിച്ചായനല്ലാതെ വേറെ ആരുമില്ല. റോബിച്ചായന് വല്ലതും പറ്റിയാൽ ഞങ്ങൾ അനാഥരാകും. പെരുവഴിയിലിറങ്ങി തെണ്ടേണ്ടി വരും. ഞങ്ങളുടെ കുടുംബത്തിന് ആ ഗതി വരുത്തില്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? സോഫി പരിഭ്രമത്തോടെ ചോദിച്ചു. റോബിച്ചായനെ പ്രേമിക്കുന്നത് നിർത്തണം. അല്ലാതെ ഒരു രക്ഷയുമില്ല. ചേച്ചി വല്ല പണക്കാർ ചെറുപ്പക്കാരെയും ചെന്ന് പ്രേമിക്കുക. അതല്ലേ എളുപ്പം. മുതലാളി കല്യാണം നടത്തി തരികയും ചെയ്യും. സ്നേഹത്തിന് പണക്കാരും പാവപ്പെട്ടവനും എന്ന വ്യത്യാസമില്ല. നീയും ഒരു പെണ്ണല്ലേ. നിൻ്റെ പോലത്തെ ഒരു മനസ്സാണ് എൻ്റേതും. റോബിച്ചായനും ചേച്ചിയും കൂടെയുള്ള കല്യാണം നടക്കുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും. നിങ്ങൾ രണ്ടും മണ്ടം കളിക്കുക. നഷ്ടപ്പെടുന്നത് റോബിച്ചായൻ്റെ ജീവനും. ചേച്ചിയുടെ അപ്പനും ആങ്ങളമാർ റോബിച്ചായനെ കൊല്ലാനിരിക്കുക. അങ്ങനെ ഒന്നും സംഭവിക്കുകയില്ല. ചേച്ചി പിന്മാറുകയല്ലേ? ഇല്ല. എന്ത് സംഭവിച്ചാലും ഇല്ല. സീന അവളെ തുറച്ചു നോക്കി. റോബിച്ചായന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കണ്ണീര് ശാപവും ചേച്ചിയെ ഭ്രാന്ത് പിടിപ്പിക്കും. ഓർത്തോളൂ. ശപിക്കുന്നത് പോലെ പറഞ്ഞിട്ട് സീന തേങ്ങി കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി. സോഫി വല്ലാതായി. അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. സോഫി വീട്ടിലെത്തി. അവൾ വേഷം മാറിയിട്ട് ടെറസിൽ ചെന്നിരുന്നു. അപ്പോൾ റാഫേൽ മുതലാളി അങ്ങോട്ട് ചെന്നു. മോളെ, എന്താ അപ്പച്ച, നീ ഇവിടെ വന്നിട്ട് റോബിയെ കണ്ടോ? സോഫി പരിങ്ങി. പിന്നെ ഓർത്തു, എന്തിന് കള്ളം പറയുന്നു? കണ്ടു. നിനക്കവനെ മറക്കാൻ പറ്റുകയില്ലേ? ഇല്ലപ്പച്ച, ഒരിക്കലുമില്ല. നിൻ്റെ മനസ്സിനൊരു മാറ്റവും വരികയില്ലേ? ഇല്ല. മുതലാളി ടെറസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ശരി, നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. അപ്പച്ച, അതേ മോളെ, നീയും റോബിയും കൂടിയുള്ള കല്യാണം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. സോഫി അത്ഭുതസ്തബ്ധയായി നിന്നു. ഇത് സത്യമോ അതോ സ്വപ്നമോ? മായയോ വിഭ്രാന്തിയോ? 3 മാസത്തിനകം കല്യാണം നടത്തണം. റോബിയോട് നീ തന്നെ പറഞ്ഞേക്ക്. സോഫിക്കൊന്നും മിണ്ടാൻ പോലും കഴിയുന്നില്ല. സോഫി അന്തം വിട്ട് നിൽക്കുകയാണ്. റാഫേൽ മുതലാളി അടുത്ത് ചെന്ന് അവളുടെ തോളിൽ തട്ടി. നിനക്ക് വിശ്വാസം വരുന്നില്ല അല്ലേ മോളെ? ഇല്ലപ്പച്ച. എന്നാൽ വിശ്വസിച്ചോ, നിൻ്റെയും റോബിയുടെയും കല്യാണം അപ്പച്ചൻ നടത്തി തരും. എൻ്റെ പൊന്നപ്പച്ച. അവൾ അയാളെ കെട്ടിപ്പിടിച്ചു. നിന്നെ ഞങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചു, ഒത്തിരി കണ്ണീര് കുടിപ്പിച്ചു. റോബി മിടുക്കനാ, നല്ല ആരോഗ്യവും വിദ്യാഭ്യാസവും. പണമില്ലെന്നേ ഉള്ളൂ, അത് നമ്മൾക്ക് കൊടുക്കാം. എൻ്റെ മോൾക്ക് അവൻ നന്നായിട്ട് ചേരും. ഇത്രയും നാൾ എതിർത്തത് കഷ്ടമായിപ്പോയി. ജോണിച്ചായനും ടോമിച്ചായനും ഒക്കെ സമ്മതിക്കുമോ അപ്പച്ച? അവരെൻ്റെ മക്കളാണെങ്കിൽ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കും. നീ ഇനി റോബിയെ കാണുമ്പോൾ പറഞ്ഞേക്ക്.
ഇന്ന് തന്നെ ഞാൻ കാണും. ഇപ്പോഴെങ്കിലും നീയൊന്ന് മനസ്സ് തെളിഞ്ഞ് ചിരിച്ചു കണ്ടല്ലോ. എനിക്കെപ്പോഴും എൻ്റെ മോളുടെ സന്തോഷമാ വലുത്. സോഫി തുള്ളി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോയി. അവൾക്ക് റോബിച്ചനെ കാണാൻ ധൃതിയായി. ഉച്ച കഴിഞ്ഞ് അവൻ അരുവിക്കരയിൽ വരും. അവൾ കാത്തിരുന്നു. ഊണ് കഴിഞ്ഞയുടൻ അവൾ അരുവിക്കരയിലേക്ക് ഓടി. പിന്നെ പാറക്കെട്ടിനു മീതെ അവൾ കാത്തിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ റോബിച്ചൻ വരുന്നത് കണ്ടു. അവൾ ഓടി ഇറങ്ങിച്ചെന്ന് അവനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ച് തുരുതുരാ ചുംബിച്ചു. ഇന്ന് എന്താ പെണ്ണിന് വല്ലാത്ത ഇളക്കം? റോബി ചോദിച്ചു. അതൊക്കെയുണ്ട്. എന്താന്ന് പറയുകയില്ല. അവൾ അവനെ പിടിച്ചു വലിച്ചുകൊണ്ടുപോയി പാറപ്പുറത്തിരുത്തി. എന്നിട്ട് അവൻ്റെ മടിയിൽ തലചായ്ച്ച് കിടന്നു. അപ്പച്ചൻ നമ്മുടെ കല്യാണത്തിന് സമ്മതിച്ചു. എന്താ? എൻ്റെ അപ്പച്ചൻ നമ്മുടെ രണ്ടുപേരെയും തമ്മിൽ കെട്ടിക്കാമെന്ന് സമ്മതിച്ചെന്ന്. ആര്? കല്ലറയ്ക്കലെ റാഫേൽ മുതലാളിയോ? അതുതന്നെ, റാഫേൽ മകൾ സോഫിയുടെ അപ്പൻ. നീ പിച്ചുമ്പേയും പറയുവാന്നോ? അല്ലെന്നേ, അപ്പച്ചൻ ഇന്ന് എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. നിന്നെ കളിയാക്കിയതായിരിക്കും. അല്ലെന്ന് പറഞ്ഞില്ലേ? കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞത്. സോഫിക്ക് ചുണ്ടി വന്നു. നേരാണോ മോളെ ഇത്? അവൻ കാര്യമായി ചോദിച്ചു. നേര്. പാറപ്പള്ളി മാതാവാണേ നേര്. പോരെ? റോബിക്ക് വിശ്വാസം വന്നില്ല. അവൻ്റെ മനസ്സിൽ സംശയം മുളച്ചു. അവിശ്വാസത്തോടെ അവൻ അവളുടെ കണ്ണുകളിലേക്ക് തുറിച്ചു നോക്കി. ഉടനെ കല്യാണം നടത്താമെന്ന അപ്പച്ചൻ പറഞ്ഞത്. എന്നെ കടിച്ചു കീറി തിന്നാനിരുന്ന നിൻ്റെ അപ്പനും ആങ്ങളമാരും ഇത്ര പെട്ടെന്ന് മനസ്സ് മാറിയെങ്കിൽ അതിനു പിറകിൽ എന്തോ കള്ളത്തരമുണ്ട്. ഒരു കള്ളത്തരവും ഇല്ല. വേറൊരു കല്യാണത്തിന് ജീവൻ പോയാലും ഞാൻ സമ്മതിക്കുകയില്ലെന്ന് അവർക്ക് മനസ്സിലായി. അതുതന്നെ കാര്യം. എന്തോ റോബിക്ക് അതത്ര വിശ്വാസമായില്ല. റാഫേൽ മുതലാളിക്കും അവരുടെ അണലി പൈതങ്ങൾക്കും ഇത്ര പെട്ടെന്ന് മാനസാന്തരം വരുമോ? നിൻ്റെ അപ്പനും ആങ്ങളമാരും ഈയിടെ വല്ല കരിസ്മാറ്റിക് ധ്യാനത്തിനും പോയായിരുന്നോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഇങ്ങനെയൊരു മനമാറ്റം വരാൻ ഞാൻ വേറൊരു കാരണവും കാണുന്നില്ല. സോഫിയെ പിരിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴും റോബിക്ക് അത് തന്നെയായിരുന്നു ചിന്ത. അന്ന് സന്ധ്യയ്ക്ക് റാഫേൽ മുതലാളി മകളെ വിളിച്ചു. നീ റോബിയെ കണ്ടായിരുന്നോ? കണ്ടു. പറഞ്ഞോ? എന്നാ പറഞ്ഞു? റോബിച്ചിന് വിശ്വാസം വരുന്നില്ലെന്ന്. പെട്ടെന്ന് വിശ്വാസം വരികയല്ല. നീ വിഷമിക്കണ്ട. ഞാൻ അവനെ വിളിച്ച് നേരിട്ട് പറഞ്ഞോളാം. അന്നേരം വിശ്വാസമാകും. പിറ്റേ ദിവസം റോബി റാണി സിറ്റിയിലെത്തി. അവൻ തിരിച്ചു പോരാൻ തുടങ്ങിയപ്പോൾ റാഫേൽ മുതലാളി വഴിയിലേക്ക് ഇറങ്ങിച്ചെന്നു. റോബി! സൗമ്യമായ വിളി കേട്ട് റോബി നിന്നു. റാണി സിറ്റിയിലുള്ളവരെല്ലാം അത്ഭുത സ്തബ്ധരായി. റോബി, നീ എൻ്റെ വീട്ടിലോട്ട് വാ. എന്തിനാ? ഒരു കാര്യം പറയാനാ. എന്താ, പേടിയാണോ? എനിക്കൊരു പേടിയുമില്ല. റോബി റാഫേൽ മുതലാളിയോടൊപ്പം ബംഗ്ലാവിലേക്ക് ചെന്നു. മുതലാളി അവനെ സ്വീകരണമുറിയിൽ ഇരുത്തി. സോഫി വാതിൽക്കൽ വന്നു നിന്ന് അവനെ കണ്ണിറുക്കി കാട്ടി ചിരിച്ചു. മോളെ, നീ ചെന്ന് നിൻ്റെ ആങ്ങളമാരോടെല്ലാം വരാൻ പറ. സോഫി ചെന്ന് എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്നു. റോബിക്ക് അഭിമുഖമായി ഒരു സോഫയിൽ ജോണിക്കുട്ടിയും ജെയിംസും ടോമിച്ചിനെ ഇരിപ്പുറപ്പിച്ചു. അവർ റോബിച്ചിനെ നോക്കി പുഞ്ചിരിച്ചു. മുഖവരിയൊന്നുമില്ലാതെ കാര്യം അങ്ങോട്ട് പറയാം. എൻ്റെ സോഫി മോൾക്ക് റോബിയെ അല്ലാതെ വേറൊരുത്തിനെ ഭർത്താവായിട്ട് വേണ്ടെന്ന് പറയുന്നു. ഞങ്ങൾ പഠിച്ച പണി 18 പയറ്റി നോക്കി, രക്ഷയില്ല. അവസാനം അവളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് വെച്ചു. റോബിയെ മരുമോനായിട്ട് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. എൻ്റെ ആൺമക്കൾക്കും എതിർപ്പൊന്നുമില്ല. റോബി എന്തു പറയുന്നു? നിങ്ങളുടെ ഈ മനമാറ്റം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ റോബിയോട് കുറേ ദ്രോഹമൊക്കെ ചെയ്തു. ഇതുവരെ വൈരാഗ്യം വെച്ച് പെരുമാറി. അതുകൊണ്ടാണ് റോബിക്ക് സംശയം. ഞങ്ങളതെല്ലാം മറന്നു കഴിഞ്ഞു. റാഫേൽ മുതലാളി പറഞ്ഞു. റോബിക്ക് ഇപ്പോഴും ഞങ്ങളോട് വൈരാഗ്യം കാണും. ജോണിക്കുട്ടി പറഞ്ഞു. എനിക്ക് ആരോടും വൈരാഗ്യമില്ല. പക്ഷേങ്കിൽ എൻ്റെ തലയിൽ മെക്കിട്ട് കയറാൻ വരുന്നവനെ ഞാൻ വെറുതെ വിടുകയില്ല. അത്രേയുള്ളൂ. ഇനിയെങ്കിലും റോബി ഞങ്ങളോട് പിണക്കം കാണിക്കരുത്. നമുക്ക് ഇനി മുതൽ ഒന്നിച്ച് നിൽക്കാം. ടോമിച്ചൻ പറഞ്ഞു. ഒന്നിച്ച് നിൽക്കാനൊന്നും വിരോധമില്ല. പക്ഷേ നീതിയുടെ പക്ഷത്തെ ഞാൻ നിൽക്കൂ. ഞങ്ങളും ഇനി മുതൽ നീതിയുടെ പക്ഷത്താ. റാഫേൽ മുതലാളി പറഞ്ഞു. നമുക്ക് എത്രയും വേഗം ഈ കല്യാണം നടത്തണം. സ്ത്രീധനം എന്ത് വേണമെങ്കിലും പറഞ്ഞു. എനിക്ക് സ്ത്രീധനം ഒന്നും വേണ്ട. റോബി ആദർശധീരനാണല്ലോ. എന്തായാലും സോഫി മോക്ക് ഞങ്ങൾ അവളുടെ ഓഹരി കൊടുക്കാതിരിക്കില്ല. എന്നാണ് കല്യാണം നടത്തേണ്ടത്? എനിക്ക് ആലോചിക്കണം. ഇതിൽ ആലോചിക്കാൻ എന്തിരിക്കുന്നു? എൻ്റെ പെങ്ങൾ കൊച്ചു റോസയ്ക്ക് ബ്രെയിൻ ട്യൂമറാ. ഓപ്പറേഷൻ നടത്തണം. അത് കഴിഞ്ഞിട്ടേയുള്ളൂ എന്ത് കാര്യവും. ഓപ്പറേഷൻ എന്നാ? തീരുമാനിച്ചിട്ടില്ല. ശരി, ആലോചിച്ചു പറഞ്ഞാൽ മതി. കല്യാണം എന്ന് നടത്താനും ഞങ്ങൾ തയ്യാറാ. സോഫി റോബിക്ക് ചായ കൊണ്ടുവന്ന് കൊടുത്തു. അത് കുടിച്ചിട്ട് റോബി എഴുന്നേറ്റു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ? ആട്ടെ. അവൻ പോയിക്കഴിഞ്ഞപ്പോൾ സോഫി പറഞ്ഞു. ഓപ്പറേഷൻ നടത്തണമെങ്കിൽ രൂപ 30,000 വേണം. അതില്ലാഞ്ഞിട്ട് വിഷമിച്ച് നടക്കുക റോബിച്ചൻ. ഓഹോ, അവനെങ്ങനെ 30,000 രൂപ ഉണ്ടാക്കും? റാഫേൽ വിളിച്ചു ചോദിച്ചു. നമുക്ക് കൊടുത്ത് സഹായിച്ചാലോ അപ്പച്ച? എന്നാലേ പെട്ടെന്ന് ഓപ്പറേഷൻ നടക്കത്തുള്ളൂ.
ഓപ്പറേഷൻ നടന്നാലല്ലേ കല്യാണവും നടക്കൂ. സോഫി അപേക്ഷാപൂർവം പറഞ്ഞു. മോളെ 30,000 രൂപ ചുമ്മാ കൊടുക്കുക എന്ന് വെച്ചാൽ അത് കുറച്ച് എനിക്ക് ഷെയർ തന്നാൽ മതി. ഞാനൊന്ന് ആലോചിക്കട്ടെ. അന്ന് രാത്രി സോഫി ഉറങ്ങിക്കഴിഞ്ഞ് അപ്പനും ആൺമക്കളും കൂടി ഗൂഢാലോചന നടത്തി. എടാ ജോണിക്കുട്ടി, എന്നാ ചെയ്യുന്നേ? റാഫേൽ മുതലാളി ചോദിച്ചു. അവനിപ്പോഴും സംശയം മാറിയിട്ടില്ല. ടോമിച്ചൻ പറഞ്ഞു. കഴിവറുടെ മോന് കൂർമ്മബുദ്ധിയാ. ജോണിക്കുട്ടി പല്ല് ഞെരിച്ചു. രൂപ 30,000 പോട്ടെന്ന് വെച്ചാലോ? റോബിയെ വിളിച്ച് നമുക്ക് രൂപ കൊടുക്കാം. അവന് നമ്മുടെ മേലുള്ള സംശയവും മാറിക്കിട്ടും, ജെയിംസ് പറഞ്ഞു. എന്നാലും 30,000 രൂപ. റാഫേൽ മുതലാളി നെഞ്ചത്ത് കൈവച്ചു. ആ ചെറ്റയെ കുഴിച്ചിടാനല്ലേ നമ്മൾ രൂപയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന സോഫി അവൻ്റെ കൂടെ ഇറങ്ങിപ്പോവും. എന്നാൽ കൊടുത്തേക്കാം അല്ലേ? കൊടുക്ക്. പിന്നെ അപ്പച്ചൻ അവനോട് ഒരു കാര്യം കൂടി പറയണം. അവൻ്റെ പെങ്ങൾ സീനയെ എനിക്കിഷ്ടമാണെന്നും ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്നും 2 കല്യാണവും ഒന്നിച്ച് നടത്താമെന്ന് കൂടി പറഞ്ഞു. അപ്പോഴവൻ ശരിക്കും വിശ്വസിച്ചോളും, ജെയിംസ് പറഞ്ഞു. നിനക്ക് അവളുടെ മേൽ ഇപ്പോഴും ഒരു കണ്ണുണ്ടല്ലോടാ. അപ്പച്ചൻ ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞാൽ മതി. ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. 2-3 ദിവസം കഴിഞ്ഞ് വൈകുന്നേരം ജെയിംസും റാഫേൽ മുതലാളിയും കൂടി റോബിയുടെ വീട്ടിൽ ചെന്നു. റോബി അവിടെ ഉണ്ടായിരുന്നു. ആര്? റാഫേൽ മുതലാളിയും കൊച്ചു മുതലാളിയുമോ? കയറിയിരിക്കുക. അവൻ തോളിൽ നിന്നും തോർത്തെടുത്ത് ബെഞ്ച് തുടച്ചു കൊടുത്തു. എന്നെ നീ ഇനി മുതലാളിയെന്ന് വിളിക്കണ്ട. എൻ്റെ മക്കൾ വിളിക്കുന്ന പോലെ വിളിച്ചാൽ മതി. അതുപോലെ എൻ്റെ മക്കളെ വിളിക്കുമ്പോൾ പേര് വിളിച്ചാൽ മതി. അല്ലെങ്കിൽ അളിയാന്ന് വിളിച്ചോ, റാഫേൽ മുതലാളി പറഞ്ഞു. അയാളും ജെയിംസും ബെഞ്ചിന്മേലിരുന്നു. എന്നിട്ട് പറഞ്ഞു. ഞാൻ കല്യാണക്കാരും ചോദിക്കാൻ വന്നതാ. അത് ഉടനെ തീരുമാനിക്കണം. എന്താ ഇത്ര ധൃതി? ഞാൻ നിങ്ങളുടെ മകൾക്ക് ഗർഭമൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, റാഫേൽ മുതലാളി ചമ്മി. അതല്ല റോബി, ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ വെച്ചോണ്ടിരിക്കരുത്, ഉടനെ നടത്തണം. ഞാൻ പറഞ്ഞില്ലേ കൊച്ചു റോസയുടെ ഓപ്പറേഷൻ കഴിയണം. അതിന് 30,000 രൂപ ഉണ്ടാകണ്ടേ? അതാര് പറഞ്ഞു? ആരുമാകട്ടെ, സംഗതി ശരിയല്ലേ? അതെ, 30,000 രൂപ ഞങ്ങൾ തരാം. ഓപ്പറേഷൻ നടക്കട്ടെ. റോബി അന്തം വിട്ടു. 30,000 രൂപ വെറുതെ തരുമെന്ന് വിശ്വാസം വരുന്നില്ല അല്ലേ? പണം ഇപ്പോൾ വേണോ അതോ പിന്നെ മതിയോ? ശത്രുക്കളോട് ദാനം മേടിക്കുക, അതിനേക്കാൾ അപമാനം എന്തുണ്ട്? മരിച്ചാലും താൻ അഭിമാനം കൈവിടില്ല. എനിക്കാരുടെയും സൗജന്യം വേണ്ട. പണമില്ലെങ്കിലും ഞങ്ങൾ തറവാടികളാണ്. റാഫേൽ മുതലാളി കുഴങ്ങി. ഇങ്ങനെയുണ്ടോ മനുഷ്യർ? 30,000 രൂപ ചുമ്മാ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും വേണ്ട. ഈ പിളഞ്ഞവനെ ഇനി എങ്ങനെ വളയ്ക്കും? റോബി, നിന്റെ പെങ്ങളുടെ സൂക്കേട് മാറട്ടെ, അതല്ലേ പ്രധാനം. ദാനം ഞാൻ വാങ്ങുകയില്ല. വർത്തമാനം കേട്ടുകൊണ്ടിരുന്ന തോമാച്ചനും സീനയും വാതിൽക്കലെത്തി. ജെയിംസ് സീനയെ നോക്കി. അവളുടെ മാദക സൗന്ദര്യം അവൻ കണ്ണുകൾ കൊണ്ട് കോരി കുടിച്ചു. എൻ്റെ റോബി, കാശ് തരുന്നെങ്കിൽ മേടിയിര്. കൊച്ചിൻ്റെ ഓപ്പറേഷൻ നടക്കട്ടെ. നല്ല മനസ്സോടെ തരുന്നതല്ലേ, തോമാച്ചൻ പറഞ്ഞു. എൻ്റെ തോമാച്ച, എൻ്റെ മോള് ഇവനും തമ്മിൽ പ്രേമമാ. ശരി, അവരുടെ കല്യാണം നടത്തി കൊടുക്കാമെന്ന് ഞാൻ സമ്മതിച്ചു. അവന് രൂപ വാങ്ങാൻ മാനക്കേടാണെങ്കിൽ സ്ത്രീധനമായിട്ട് വകവെച്ചോട്ടെ. ആരുടെ സ്ത്രീധനോ എനിക്ക് വേണ്ട. റോബി വഴങ്ങുന്നില്ല. റോബിച്ചായ, നമ്മുടെ കൊച്ചു റോസയുടെ ജീവൻ രക്ഷപ്പെടുന്ന കാര്യമല്ലേ, സമ്മതിക്ക്. സീനയും അവനോട് കെഞ്ചി പറഞ്ഞു. ധർമ്മക്കാശ് എനിക്ക് വേണ്ട. പെട്ടെന്ന് റാഫേലിൻ്റെ ദുഷ്ടമനസ്സിൽ ഒരു ബുദ്ധി ഉദിച്ചു. ഒരു വെടിക്ക് 2 പക്ഷി. എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്. നിൻ്റെ സ്ഥലം എനിക്ക് പണയം തന്നിട്ട് 30,000 മേടിച്ചോ. അതാണെങ്കിൽ നിനക്ക് കുറച്ചില്ലല്ലോ. ഞാനൊന്ന് ആലോചിക്കട്ടെ. മതി, ആലോചിച്ച് പറഞ്ഞാൽ മതി. സൂക്കേടുകാരി എവിടെ? ഞങ്ങളൊന്ന് കാണട്ടെ. റാഫേൽ മുതലാളിയും ജെയിംസും വീട്ടിനുള്ളിൽ കയറി. കൊച്ചു റോസ കിടക്കുകയാണ്. എങ്ങനെയുണ്ട് മോളെ? റാഫേൽ മുതലാളി അവളെ തലോടി. ജെയിംസ് അവളോടെന്തോ കിന്നാരം പറഞ്ഞു. തോമാച്ച, റോബി, ഞങ്ങൾ ഇറങ്ങട്ടെ. റാഫേൽ മുതലാളിയും ജെയിംസും പോകാനിറങ്ങി. അങ്ങനെ ആകട്ടെ. റോബിയും മുറ്റത്തിറങ്ങി. ജെയിംസിൻ്റെ കണ്ണുകൾ സീനയുടെ മുഖത്താണ്. അവൾ മുഖം കുനിച്ചു നിന്നു. ഞാനൊരു കാര്യം പറയാൻ മറന്നു. തോമാച്ചനും റോബിയും സീനയും കേൾക്കേണ്ടതാ. എൻ്റെ ജെയിംസിന് സീനയെ ഇഷ്ടമാണ്. അവളെ കല്യാണം കഴിക്കണമെന്ന് അവൻ്റെ ആഗ്രഹം. അവൻ പല പോക്കൃത്തരവും കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴവൻ നല്ലവനാ. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് 2 കല്യാണവും ഒരേ പന്തലിൽ വെച്ച് നടത്താം. തോമാച്ചനും റോബിയും സീനയെ സ്തബ്ധരായി നിന്നു. നിങ്ങൾ ആലോചിച്ച് പറഞ്ഞാൽ മതി, ഞങ്ങൾ പോകട്ടെ. റാഫേൽ മുതലാളിയും ജെയിംസും നടന്നകന്നു. സ്ഥലം ഈട് കൊടുത്തിട്ടെങ്കിലും രൂപ മേടിച്ച് ഓപ്പറേഷൻ നടത്തുമോനെ, തോമാച്ചൻ റോബിയോട് പറഞ്ഞു. റോബിച്ചായന് ചുമ്മാ തരുന്നത് ഇഷ്ടമില്ല എങ്കിൽ മേടിക്കണ്ട. കിടപ്പാടം പണയം കൊടുക്കാം. നമുക്ക് നമ്മുടെ കൊച്ചു റോസയുടെ ജീവനല്ലേ വലുത്, സീന പറഞ്ഞു. അവൻ ആലോചിച്ചു. കല്യാണം നടന്നാലും നടന്നില്ലെങ്കിലും കല്ലർക്കൽക്കാരുടെ രൂപ ചുമ്മാ വേണ്ട. വീടും സ്ഥലവും പണയം പെടുത്തിയേക്കാം. എങ്ങനെയും കൊച്ചു റോസയെ രക്ഷിക്കണം. തൻ്റെ കൊച്ചു പെങ്ങളാണവൾ. 30,000 രൂപ മേടിച്ച് ഓപ്പറേഷൻ നടത്തണം. പിന്നെ അധ്വാനിച്ച കടം വീട്ടണം. ശരി, രൂപ മേടിച്ചേക്കാം, റോബി പറഞ്ഞു. മറ്റേ കാര്യമോ? സീനിയർ ജെയിംസിന് കെട്ടിച്ചു കൊടുക്കുന്ന കാര്യം. അതു വേണോ?
നീ എന്നതാടാ ഈ പറയുന്നത്? കല്ലർക്കൽക്കാർ കൊടികെട്ടിയ പണക്കാരല്ലേ? അവരുടെ പര്യമ്പർത്ത് കാലുകുത്തുവാനുള്ള യോഗ്യതയുണ്ടോ നമ്മുടെ പെണ്ണിന്? അവരിങ്ങോട്ട് പറഞ്ഞപ്പോൾ വേണ്ടെന്ന് വെക്കുന്നത് മഹാമണ്ടത്തരമല്ലേ? അമ്പച്ച, ആ ജെയിംസ് അത്ര നല്ലവനൊന്നുമല്ല. എടാ, ആണുങ്ങളാകുമ്പോൾ പല വികൃതിയും കാണിച്ചെന്ന് വരും. കല്യാണത്തിന് മുമ്പല്ലേ? കല്യാണം കഴിഞ്ഞാൽ അതൊക്കെ മാറിക്കൊള്ളും. മാത്രമല്ല, അവൻ നല്ലവനായെന്നല്ലേ പറഞ്ഞത്? സീനയ്ക്ക് കൂടി ഇഷ്ടപ്പെടണ്ടേ? അത്രയും വലിയൊരു വീട്ടിൽ ചെന്ന് കയറാൻ ഏത് പെണ്ണാ കൊതിക്കാത്തത്? അവളുടെ ഭാഗ്യമാ ഭാഗ്യം. കലർക്കന്മാരുമായിട്ടുള്ള ബന്ധുത നിസാരമാണോ? നിധി കിട്ടുന്നതിന് തുല്യമല്ലേ? എടി സീനെ, റോബി വിളിച്ചു. എന്നാ റോബിച്ചായ? കല്ലറക്കലെ ജെയിംസിനെ നിനക്ക് ഇഷ്ടമാണോ? അവൾ ആലോചിച്ചു. അവനെ കല്യാണം കഴിച്ചാൽ ആ വലിയ ബംഗ്ലാവിൽ ചെന്ന് രാജകുമാരിയെപ്പോലെ ജീവിക്കാം. കന്നാലിത്തൊഴുത്തു പോലുള്ള ഈ വീടിനേക്കാൾ എത്രയോ ഭേദമാണത്. നിന്നോടല്ലേ ചോദിച്ചത്? ഇഷ്ടമല്ലെങ്കിൽ അല്ലെന്ന് പറയണം. എനിക്കിഷ്ടമാ, സീന നാണിച്ചു പറഞ്ഞു. ഇനിയൊന്നും ആലോചിക്കാനില്ല. നീ ചെന്ന് അവരോട് കാശും മേടിച്ച് 2 കല്യാണത്തിന് സമ്മതം പറയ്, തോമാച്ചൻ ഉപദേശിച്ചു. റോബി തൻ്റെ സുഹൃത്തുക്കളെ എല്ലാം ഈ വിവരം അറിയിച്ചു. എല്ലാവരും അവനെ അനുമോദിക്കുകയാണ് ചെയ്തത്. നിൻ്റെയും കുടുംബത്തിൻ്റെയും ഭാഗ്യമാ റോബി, ഒട്ടും അമാന്തിക്കരുത്. 2 കല്യാണവും നടക്കട്ടെ, മിക്കവരും പറഞ്ഞു. ദൈവമേ, ഈ ഭാഗ്യം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. ചിലർ അവനോട് അസൂയപ്പെട്ടു. ജോസൂട്ടി മാത്രം പറഞ്ഞു, റോബി, ഇതിലെന്തോ കെണിയുണ്ട്, നീ സൂക്ഷിച്ചോ. റോബി അതത്ര വകവെച്ചില്ല. അവൻ 2 ദിവസം കഴിഞ്ഞ് റാഫേൽ മുതലാളിയെ ചെന്ന് കണ്ടു. തരാമെന്ന് പറഞ്ഞ 30,000 രൂപ തന്നേക്ക്, സ്ഥലവും വീട് തരാം. കല്യാണക്കാരി എന്ത് തീരുമാനിച്ചു? റാഫേൽ മുതലാളി ചോദിച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞ് അധികം നാൾ കഴിയും മുമ്പേ നടത്താം. സീനയും ജെയിംസും തമ്മിലുള്ളതോ? അതിനും സമ്മതം. റാഫേൽ മുതലാളി സന്തോഷത്തോടെ 30,000 രൂപ എണ്ണിക്കൊടുത്തു. റോബി വീടും സ്ഥലവും റാഫേൽ മുതലാളിക്ക് പണയപ്പെടുത്തിക്കൊണ്ടുള്ള രേഖയിൽ ഒപ്പുവെച്ചു. കൊച്ചു റോസയുടെ ഓപ്പറേഷൻ ഇനി കൃത്യം 2 ആഴ്ചയേയുള്ളൂ. ഈ മാസം 29-ാം തീയതിയാണ് ഓപ്പറേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. 27-ാം തീയതി ആശുപത്രിയിൽ ചെന്ന് അഡ്മിറ്റാകണം. 30,000 രൂപ കിട്ടിയതോടെ റൂബിക്ക് വലിയ ആശ്വാസമായിരുന്നു. എങ്ങനെയായാലും ഓപ്പറേഷൻ നടത്താനുള്ള കാശായല്ലോ. കിടപ്പാടം നഷ്ടമായാലും വേണ്ടില്ല. തൻ്റെ കുഞ്ഞു പെങ്ങളെ രക്ഷിക്കാൻ വേണ്ടി എല്ലാ ശ്രമവും താൻ നടത്തും. തൻ്റെ കയ്യിലെ അവസാനത്തെ ചില്ലിക്കാശ് വരെ അവൾക്ക് വേണ്ടി ചെലവാക്കും. കടങ്ങളൊക്കെ വീട്ടാൻ കഴിയുമെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. കല്ലർക്കന്മാരുമായി ബന്ധുതയുണ്ടാകാൻ പോകുകയല്ലേ? കല്ലർക്കന്മാർക്ക് ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. ആ ജെയിംസിനെ തനിക്കത്ര ഇഷ്ടമല്ല, പക്ഷേ സീനയ്ക്ക് ഇഷ്ടമാണ്. പെൺകുട്ടികളുടെ രീതി അതാണ്. സ്വത്തും പണവും കാണുന്നിടത്തേക്ക് അവരുടെ കണ്ണ് തിരിയൂ. ജെയിംസും ചീത്ത സ്വഭാവമൊക്കെ ഉപേക്ഷിച്ച് നല്ലവനായെന്നല്ലേ പറഞ്ഞത്? സീനയെ അവൻ കെട്ടട്ടെ. അത് കഴിഞ്ഞാൽ തനിക്ക് പിന്നെ ഭാരിച്ച ഉത്തരവാദിത്വമൊന്നുമില്ല. സോഫിയോടൊപ്പം ആനന്ദത്തിൽ ആറാടി ജീവിക്കാം. ജെയിംസുമായുള്ള കല്യാണം തീരുമാനിച്ചതോടെ സീനയ്ക്കും വലിയ സന്തോഷമായി. അവളുടെ മനസ്സിൽ സ്വപ്നം പീലിവിരിച്ചാടി. ജെയിംസിനെ അവൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് പ്രേമിച്ചു തുടങ്ങി. കിനാവ് കണ്ടുറങ്ങി. എത്രയും വേഗം കൊച്ചു റോസയുടെ ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിലെന്ന് അവൾ ആശിച്ചു. എങ്കിൽ കല്യാണം കഴിച്ച് കല്ലർക്കൽ ബംഗ്ലാവിൽ ഒരു രാജകുമാരിയെ പോലെ ജീവിക്കാമായിരുന്നു. ഒരു ദിവസം സീന പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ ജെയിംസ് ഇല്ലിപ്പാലത്തിനടുത്ത് കാത്തു നിൽക്കുന്നത് കണ്ടു. അവളുടെ ഹൃദയം ശക്തമായി മിടിച്ചു. സീനെ. അവൾ അടുത്ത് ചെന്നപ്പോൾ അവൻ വിളിച്ചു. സീന നാണിച്ച് മുഖം കുനിച്ച് നിൽക്കുന്നു. എന്നോടിപ്പോഴും സീനയ്ക്ക് ദേഷ്യമാണോ? എനിക്ക് ആരോടും ദേഷ്യമില്ല. പിന്നെ എന്താ എൻ്റെ നേരെ നോക്കാത്തെ? അവൾ പെട്ടെന്ന് കണ്ണുയർത്തി ഒരു നോട്ടമെറിഞ്ഞു. കരളിൽ കൊളുത്തുന്ന കണ്ണേറാണല്ലോ. സീന ചുവന്നു തൊടുത്തു. ഇന്ന് സീന കുറേ കൂടി സുന്ദരിയായിട്ടുണ്ട്. സത്യത്തിൽ സീനയെപ്പോലൊരു സൗന്ദര്യ റാണിയെ ആശിക്കാൻ പോലും എനിക്ക് അർഹതയില്ല. എനിക്കും ഈ ആളെ ആശിക്കാൻ യോഗ്യതയില്ല. അതെന്താ? എന്തുമാത്രം പണക്കാരാ നിങ്ങൾ? പണം കൊണ്ട് എന്ത് കാര്യം? കോടി കൊടുത്താൽ സീനയെപ്പോലൊരു സുന്ദരിയും നിഷ്കളങ്കയുമായ ഒരു ഇളം പെൺകിടാവിനെ വിലയ്ക്ക് വാങ്ങാൻ കിട്ടുമോ? എന്നെ സ്തുതിച്ചത് മതിയിട്ടോ. എനിക്കെൻ്റെ സീനയെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ഞാൻ പോട്ടെ. എന്താ ഇത്ര ധൃതി? എത്ര കൊതിച്ചിട്ടാ സീനയെ ഒന്ന് കാണാൻ കിട്ടിയത്. ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നറിയാമോ? പക്ഷേ സീനയ്ക്ക് എന്നോട് സ്നേഹമില്ലായിരുന്നു. അന്ന് വഷളത്തരം കാണിച്ചിട്ടല്ലേ. ഇപ്പോഴെനിക്ക് സ്നേഹമൊക്കെയുണ്ട്. വഴക്കെല്ലാം തീർന്നോ? ഞാൻ വല്ലപ്പോഴും സീനയുടെ വീട്ടിൽ വന്നോട്ടെ, കാണാൻ കൊതിയാകുമ്പം. റോബിച്ചായന് ഇഷ്ടപ്പെടുകയില്ല. റോബി ഇല്ലാത്തപ്പം വരാം. റോബിച്ചായൻ അറിഞ്ഞാലോ? അറിഞ്ഞാലെന്താ? ഞാൻ സീനയെ കല്യാണം കഴിക്കാൻ പോകുമല്ലേ. വരുന്നത് എനിക്കിഷ്ടമാണ്. എനിക്കും കാണാൻ കൊതിയാ. എന്നാൽ ഞാൻ വരും. ഞാൻ പോട്ടെ. അവൾ ഓടിപ്പോയി. ജെയിംസ് ഉള്ളാലെ ചിരിച്ചുകൊണ്ട് നടന്നു. സ്വർണ്ണ മത്സ്യം വലയിൽ കുടുങ്ങിക്കഴിഞ്ഞു. 7 ഇഴകുള്ള സ്വർണ്ണ മത്സ്യം. എന്തായാലും റോബിയെയും കുടുംബത്തെയും ഒരു പാഠം പഠിപ്പിക്കണം. കിടപ്പാടം അപ്പച്ചന് പണയപ്പെടുത്തി കഴിഞ്ഞു. ഇനി കാണാൻ കളി. അടുത്ത ദിവസം റോബി വിറക് വെട്ടാൻ വനത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ജെയിംസ് സീനയെ കാണാനെത്തി.
സീനെ, അയാൾ മുറ്റത്തു നിന്ന് വിളിച്ചു. സീന ഇറങ്ങി വന്നു. കയറിയിരിക്കെ. അവൾ ബെഞ്ച് തുടച്ചു കൊടുത്തു. ഒരു ഗ്ലാസ് വെള്ളം താ. എന്തൊരു ഉഷ്ണം. സീന വെള്ളം എടുത്തു കൊടുത്തു. അയാൾ ഗ്ലാസിനോടൊപ്പം അവളുടെ വിരലുകൾ പിടിച്ചമർത്തി. ഇരിക്കെ, ഞാൻ കാപ്പി ഇട്ട് തരാം. സീന ചെന്ന് കാപ്പി ഇട്ട് കൊണ്ട് വന്നു കൊടുത്തു. ഒന്നാന്തരം കാപ്പി. ഇത്രയും രുചിയുള്ളത് എൻ്റെ ആയുസ്സിൽ ഞാൻ കുടിച്ചിട്ടില്ല. ചുമ്മാ പറയുക. അല്ല നേര്. അപ്പച്ചൻ എന്തിയെ? കിടക്കുവാണോ? അതെ. ജെയിംസ് അകത്ത് കയറി തോമാച്ചനോട് കുശലം പറഞ്ഞു. കൊച്ചു റോസയോടും 2 വാക്ക് പറയാൻ അവൻ മറന്നില്ല. സീനെ, ഞാൻ ഇറങ്ങുന്നു. സമയം കിട്ടിയാൽ നാളെ വരാം. ജെയിംസ് ഇറങ്ങി നടന്നു. പിറ്റേന്നും അവൻ സീനയെ കാണാൻ വന്നു. പിന്നെ അതൊരു പതിവായി. അവൻ ചിലപ്പോൾ കിന്നാരം പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ കയറി ചെല്ലും. ആരും കാണുന്നില്ലെങ്കിൽ സീനയുടെ കവിളിലൊന്ന് തലോടും, കൈവെള്ളയിൽ ചുംബിക്കും, തുടയിൽ മൃദുവായി ഒന്നും നുള്ളും. സീനയ്ക്കും അതൊക്കെ ഇഷ്ടമായിരുന്നു. അവൻ്റെ സ്പർശനത്തിൽ അവൾ കോൾമയിർ കൊണ്ടു. അവൻ്റെ നെഞ്ചോടൊട്ടി ആ കരവലയത്തിൽ അമർന്നു നിൽക്കാനും അവൻ്റെ ഒരു ചുടു ചുംബനം കിട്ടാനും അവൾ കൊതിച്ചു. ഒരു ദിവസം ജെയിംസ് രഹസ്യമായി ചോദിച്ചു, രാത്രി 12 മണിക്ക് ഇറങ്ങി വരുമോ? എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അയ്യോ വേണ്ട, റോബിച്ചായൻ അറിഞ്ഞാൽ കൊല്ലും. അവൾ പറഞ്ഞു. അറിയേലെന്നേ. എന്നാലും വേണ്ട. തെറ്റല്ലേ അത്? വേണ്ടെങ്കിൽ വേണ്ട. വാസ്തവത്തിൽ അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു അവനോടൊപ്പം കുറേ സമയം തനിച്ച് ചെലവഴിക്കാൻ, സ്വയം മറന്ന ഒരാലിംഗനത്തിൽ മുഴുകാൻ, അവൻ്റെ ചുടു ചുംബനമേറ്റ് കോരിത്തരിക്കാൻ. മധുര17ൻ്റെ ഇളക്കങ്ങളാണത്. അതെല്ലാം അവൾ മനസ്സിലടക്കി. ജെയിംസ് പതിവായി അവിടെ വന്നു പോകുന്നതിൽ അയൽക്കാരും തെറ്റ് കണ്ടില്ല. സീനയെ കല്യാണം കഴിക്കാനിരിക്കുന്ന ചെറുക്കനല്ലേ ജെയിംസ്? പിന്നെ എന്താ കുഴപ്പം? റോബിയാണെങ്കിൽ ജെയിംസിൻ്റെ പെങ്ങളെയാണ് കെട്ടാൻ പോകുന്നത്. റോബിയോട് ജോസുകുട്ടി മാത്രം പറഞ്ഞു, നിന്റെ അളിയൻ്റെ വരത്തുപോക്ക് അത്ര ശരിയല്ല. റോബി ഒന്നും പറഞ്ഞില്ല. അവൻ വന്നിട്ട് പോകട്ടെ, ആർക്ക് ഛേദം. വീട്ടിൽ വന്ന് കാണുന്നതേയുള്ളൂ. താനാണെങ്കിൽ രഹസ്യമായി സോഫിയെ എത്ര തവണ കണ്ടിരിക്കുന്നു. പ്രേമത്തിൻ്റെ അടക്കമില്ലായ്മയാണ് കാരണം. എപ്പോഴും കാണണമെന്ന് തോന്നും. സീനയും ജെയിംസും പ്രേമബദ്ധരാണ്. അവർ തമ്മിൽ കൺകുളിർക്ക് കണ്ടോട്ടെ. കൊച്ചു റോസയുടെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ എത്രയും വേഗം അവരുടെ കല്യാണം നടത്തണം. റോബി ഇടയ്ക്കിടെ സോഫിയെ രഹസ്യമായും പരസ്യമായും കണ്ടുകൊണ്ടിരുന്നു. ഞായറാഴ്ച ദിവസങ്ങളിൽ അവർ അരുവിക്കരയിൽ വെച്ച് രഹസ്യമായി സമ്മേളിക്കും. ആലിംഗനബദ്ധരായിരുന്ന പ്രേമസല്ലാപത്തിൽ ഏർപ്പെടും. ചൂട് ചുംബനങ്ങൾ കൈമാറും. പരസ്പരം മടിയിൽ കിടത്തി ലാളിക്കും. പ്രേമഗംഗ സുഗമമായി ഒഴുകുകയാണ്. 24-ാം തീയതിയായി. നാളെ കൊച്ചു റോസയെ കൊണ്ട് വെല്ലൂർക്ക് പോകണം. കൊച്ചു റോസയെ ഓപ്പറേഷന് കൊണ്ടുപോവുകയല്ലേ. ഇനി അവളെ ജീവനോടെ കാണാനൊത്തില്ലെങ്കിലോ? അതുകൊണ്ട് അയൽക്കാരെല്ലാം അവളെ കാണാൻ വന്നു. ഓപ്പറേഷൻ എന്ന് കേട്ടപ്പോൾ മുതൽ കൊച്ചു റോസയ്ക്ക് പേടിയാണ്. കാണാൻ വന്നവരോടെല്ലാം അവൾ ചോദിച്ചു, ഓപ്പറേഷൻ ചെയ്താൽ ഞാൻ മരിച്ചു പോകുമോ? ഇല്ല, സൂക്കേട് ഭേദമാകത്തേയുള്ളൂ. എല്ലാവരും അവളെ ആശ്വസിപ്പിച്ചു. എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ, എല്ലാവരോടും അവൾ അപേക്ഷിച്ചു. അവളെ കാണാൻ വന്നവർക്കെല്ലാം അവളുടെ സങ്കടം കണ്ട് വിഷമമായി. അന്ന് രാത്രിയിൽ അവൾ സങ്കടത്തോടെ റോബിയോട് ചോദിച്ചു, ഞാൻ മരിച്ചു പോകുമോ റോബിച്ചായ? ഇല്ല മോളെ. മോൾ അങ്ങനെയൊന്നും പറയാതെ. റോബി ഹൃദയവേദനയോടെ പറഞ്ഞു. ഞാനിങ്ങോട്ട് തിരിച്ചു വരുമോ? പിന്നെ ഇല്ലേ, എനിക്ക് ഓപ്പറേഷൻ വേണ്ടായിരുന്നു. അവൾ തേങ്ങി കരഞ്ഞു. മോൾ കരയാതെ. മോളുടെ സൂക്കേട് ഭേദമാകാനല്ലേ ഓപ്പറേഷൻ. എനിക്കൊന്ന് കാണാനാ. പിന്നെ ഒരിക്കലും കാണാൻ ഒത്തില്ലെങ്കിലോ? സീനയ്ക്ക് അത് കേട്ടതേ കരച്ചിൽ വന്നു. തോമാച്ചൻ ദുഃഖിതനായി കിടക്കുകയാണ്. റോബിയുടെ കണ്ണും നിറഞ്ഞു. റോബി അറിയിച്ചതനുസരിച്ച് ജെയിംസും സോഫിയും കൊച്ചുറോസയെ കാണാൻ വന്നു. കൊച്ചുറോസ അവരെ മാറി മാറി നോക്കി. അവളുടെ കണ്ണ് നിറഞ്ഞു. ഒപ്പം ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. എന്തിനാ മോളെ കാണണമെന്ന് പറഞ്ഞത്? സോഫി ചോദിച്ചു. കല്യാണം കൂടാൻ പറ്റിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാ, കൊച്ചുറോസ വിഷാദത്തോടെ പറഞ്ഞു. അവൾ സോഫിയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. റോബിച്ചായൻ പാവമാ. എൻ്റെ റോബിച്ചായനെ ഒട്ടും വിഷമിപ്പിക്കല്ലേ. സോഫി തേങ്ങിപ്പോയി. ജെയിംസ് ചേട്ടായി, എൻ്റെ ചേച്ചിയെ നല്ലപോലെ നോക്കിക്കോണേ. ഉച്ചയായപ്പോൾ അവർ പോകാനൊരുങ്ങി. റാഫേൽ മുതലാളിയുടെ ജീപ്പിലാണ് പോകുന്നത്. റോബിക്ക് കൂട്ടായി ജോണിക്കുട്ടിയും വെല്ലൂർക്ക് പോകുന്നുണ്ട്. പുറപ്പെടാൻ നേരത്ത് കൊച്ചുറോസ സീനയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവൾക്ക് കണ്ണീർ പൊതിഞ്ഞ ഉമ്മ നൽകി. ചേച്ചി, ഞാൻ പോകുക, എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണേ. സീന പൊട്ടിക്കരഞ്ഞു. കൊച്ചുറോസ തോമാച്ചനെയും കെട്ടിപ്പിടിച്ച നിറകണ്ണുകളോടെ യാത്ര പറഞ്ഞു. അയാൾ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. എൻ്റെ മോള് പോയി വാ. കൊച്ചുറോസയും ജോണിക്കുട്ടിയും ജീപ്പിൽ കയറി. ജീപ്പ് വെല്ലൂർക്ക് പാഞ്ഞു. പിറ്റേന്ന് അവർ വെല്ലൂരിലെത്തി. ഡോക്ടർമാരെ എല്ലാം കണ്ടു. അന്ന് ഹോട്ടലിൽ താമസിച്ചു. പിറ്റേ ദിവസം കൊച്ചുറോസയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 2 ദിവസം അവൾ ഡോക്ടർമാരുടെ പ്രത്യേക പരിചരണത്തിൽ കഴിഞ്ഞു. 29-ാം തീയതി, ഇന്നാണ് ഓപ്പറേഷൻ. കൊച്ചുറോസയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ അറ്റൻഡന്റുമാർ സ്ട്രെച്ചറുമായി വന്നു. കൊച്ചുറോസയെ അതിൽ കിടത്തി സ്ട്രെച്ചറിനോടൊപ്പം റോബിയും നീങ്ങി. കൊച്ചുറോസ അവൻ്റെ വിരലുകളിൽ മുറുകെ പിടിച്ചിരുന്നു. അവളുടെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു.
ഒന്നും പേടിക്കേണ്ട മോളെ, റോബി ഗദ്ഗതത്തോടെ പറഞ്ഞു. എൻ്റെ കയ്യേന്ന് വിടല്ലേ, മുറുക്കി പിടിക്കണേ, കൊച്ചുറോസ കെഞ്ചി. അവളുടെ മുഖത്ത് പേടിയും ദുഃഖവും. റോബിച്ചായ, എന്നാ മോളെ, എനിക്കൊരു ഉമ്മതാ, കുഞ്ഞുനാളിലത്തെ പോലെ ചക്കരയുമ്മ. റോബിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ കുനിഞ്ഞ് വിറയ്ക്കുന്ന ചുണ്ടുകൾ കൊണ്ട് അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിൽക്കലെത്തി. ഓപ്പറേഷൻ വേണ്ടായിരുന്നു ഇല്ലേ? നോവൽ നാളെ തുടരും.